എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന ഭാഗമാണ് നോക്കുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ, കമ്പോള ഘടനയെക്കുറിച്ച്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ്. അതായത് നമ്മുടെ മാർക്കറ്റുകളെക്കുറിച്ച്, നമ്മുടെ എക്കോണമിയിൽ മാർക്കറ്റ് ഉണ്ടല്ലോ, കമ്പോളം, ആ മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം എല്ലായിടത്തും ഒരുപോലെയല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ ആരൊക്കെയുണ്ട്, ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട് അല്ലേ. അതുപോലെ പലതരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്, അതിൻ്റെ നേച്ചർ ഓഫ് ഗുഡ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ പ്രൈസിൽ വ്യത്യാസമുണ്ട്. ചില മാർക്കറ്റുകളിൽ സെയിം പ്രൈസ് ആയിരിക്കും, ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റുകളെ പലതായിട്ട് തിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മാർക്കറ്റ് എന്ന് നോക്കാം. എന്താണ് മാർക്കറ്റ് നോക്കിയേ. Market is an arrangement in which buyers and sellers are in contact with each other for the purchase and sale of goods and services. അപ്പോൾ മാർക്കറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അറേഞ്ച്മെന്റ് ആണ് അല്ലേ, ഒരു സംവിധാനമാണ്. ഇൻ വിച്ച് അവിടെ ആരാ ഉള്ളത്? ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നു? കോണ്ടാക്ട് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെടുന്നു. എന്തിനാണ് പരസ്പരം കോണ്ടാക്ട് ചെയ്യുന്നത്? ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങൾ വിൽക്കാൻ അല്ലെ, വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായിട്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്, ഒരു സംവിധാനമാണ് എന്ത്? മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിന് ഇക്കണോമിക്സിൽ എന്ത് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും ആവശ്യമില്ല. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള, നമ്മൾ പോയിട്ടുള്ള അല്ലേ, നമ്മുടെ കമ്പോളമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരു മാർക്കറ്റാണ് ഓർമ്മ വരിക. അപ്പോൾ അവിടെ എന്താണ്, ഒരു സ്പെസിഫിക് ഏരിയ ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇക്കണോമിക്സിൽ മാർക്കറ്റിന് എന്ത് വേണ്ട? ഒരു സ്പെസിഫിക് ഏരിയ വേണ്ട. അതൊരു അറേഞ്ച്മെന്റ് ആണ്, ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ല മാർക്കറ്റ് എന്ന് പറയുന്ന, ഒരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആണല്ലോ? ഇതാണ് മാർക്കറ്റ് എന്ന് പറയും. അത് മനസ്സിലാക്കി വച്ചിരിക്കുക. ഇനി നോക്ക്, ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഓർ ഫോംസ് ഓഫ് മാർക്കറ്റ്. ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഓർ ഫോംസ് ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ടൈപ്സ് ഓഫ് മാർക്കറ്റ്, വിവിധ തരം കമ്പോളങ്ങൾ അല്ലെങ്കിൽ വിവിധ കമ്പോള രൂപങ്ങൾ, വിവിധ കമ്പോള രൂപങ്ങൾ, ഫോംസ് ഓഫ് മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ there are 4 types of market. 4 തരം മാർക്കറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ 4 forms of market. There are 4 forms of market. 4 കമ്പോള രൂപങ്ങളാണുള്ളത്. ഏതൊക്കെയാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. ഇപ്പോൾ മാർക്കറ്റ് ഏതൊക്കെയാണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒരു കമ്പോള രൂപമാണ്, കമ്പോളത്തിൻ്റെ ഒരു വേർഷനാണ് കേട്ടോ, മാർക്കറ്റിൻ്റെ ഒരു വേർഷനാണ്. അതുപോലെ മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. ദീസ് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ഫോംസ്. വേറെ മാർക്കറ്റ് ഫോംസ് ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ 4 എണ്ണമാണ്. ഇതിനകത്തു നിന്നായിരിക്കും 99% ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മാർക്കറ്റ് ഫോം നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഇതാണ്. ഫസ്റ്റ് വൺ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ് പെർഫെക്റ്റ്? അപ്പോൾ ആദ്യത്തെ മാർക്കറ്റ് ഫോം ആണ് ഏത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പരിപൂർണ മത്സര കമ്പോളം എന്ന് പറയും. എന്താണ്ട്? പരിപൂർണ മത്സര കമ്പോളം എന്ന് പറയും. അപ്പോൾ എന്താ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് are in contact with each other for the buying and selling of homogeneous products at uniform price. അപ്പോൾ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. അതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഇൻ വിച്ച് ഇതിൽ വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നോട്ട് ചെയ്യുക, എന്താണ്? വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വളരെയധികം വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വളരെയധികം ബയേഴ്സും അല്ലെ, വളരെ കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു. എന്തിനാണ്? ഫോർ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. എന്ത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമാണ്? ഹോമോജീനിയസ് പ്രോഡക്ട്സ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമാണ്. ഏത് വിലയ്ക്ക്? അറ്റ് യൂണിഫോം പ്രൈസ്, ഒരേ വിലയ്ക്ക്. അപ്പോൾ ഒരേ വിലയ്ക്ക്. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യൂണിഫോം പ്രൈസ് ആണ്. ഏത് ഷോപ്പിൽ പോയാലും, ആ മാർക്കറ്റിൽ ഏത് കടയിൽ പോയാലും എന്തായിരിക്കും? പ്രൈസ് സെയിം ആയിരിക്കും. ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്തായിരിക്കും? സെയിം. ഇപ്പോൾ ഒരു പേനയുടെ വില എടുത്താൽ ആ മാർക്കറ്റിലെ എല്ലാ കടകളിലും പേനയുടെ വില സെയിം ആയിരിക്കും. അപ്പോൾ യൂണിഫോം പ്രൈസ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഈ മാർക്കറ്റിൽ എങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഹോമോജീനിയസ് പ്രോഡക്ട്സിന്റെ മലയാളം സമജാതീയ ഉൽപ്പന്നങ്ങൾ എന്ന് പറയും. ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു
സാങ്കല്പികമായ കമ്പോള അവസ്ഥയാണ് കേട്ടോ, ഒരു സാങ്കല്പിക അവസ്ഥയാണ്. അതായത് റിയലായിട്ട് നിലനിൽക്കാൻ സാധ്യതയില്ലാത്തൊരു കമ്പോള അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. അത് ഇക്കോണമിസ്റ്റുകൾ എന്താണ് സാങ്കല്പികമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു മാർക്കറ്റ് കൂടിയാണ്. ഇതിലെ ചില കാര്യങ്ങൾ മാത്രമേ ഇത് റിയൽ വേൾഡിൽ റിയൽ ലൈഫിൽ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ഒരു സാങ്കല്പിക അവസ്ഥയാണ്. അപ്പോൾ ഹോമോജീനിയസ് പ്രോഡക്ട്സ്, അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ഒരു ഹോമോജീനിയസ് പ്രോഡക്ട്സ് ഉണ്ട് ഈ മാർക്കറ്റിൽ. ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ സമജാതി ഉൽപ്പന്നങ്ങൾ, അതായത് കളറിൽ, ഷേപ്പിൽ, ക്വാണ്ടിറ്റിയിൽ, സ്മെല്ലിൽ എല്ലാം ഒരുപോലെയുള്ള ഗുഡ്സുകൾക്ക് പറയുന്ന പേരാണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ കളറിൽ, ഷേപ്പിൽ, ക്വാണ്ടിറ്റിയിൽ, ക്വാളിറ്റിയിൽ, സ്മെല്ലിൽ, ടേസ്റ്റിൽ എല്ലാം സെയിം ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾക്ക് പറയുന്ന പേരാണ് എന്ത്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ബാഗ്, ഇപ്പോൾ ആ മാർക്കറ്റിൽ പല ഷോപ്പുകളിലും ബാഗ് കിട്ടുമല്ലോ. ബാഗ് ആണെങ്കിൽ എല്ലായിടത്തും ഒരേ ഷേപ്പിലുള്ള ബാഗ്, ഒരേ കളറിലുള്ള ബാഗ്, ഒരേ വലിപ്പത്തിലുള്ള ബാഗ്, അല്ലെ, ഒരേ സൈസിലുള്ള ബാഗ്. ഇങ്ങനെയുള്ള ബാഗ് മാത്രമേ ആ മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ. നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെയാണോ? അല്ല. നമ്മുടെ മാർക്കറ്റിൽ എന്ത് വ്യത്യസ്തമായിട്ട് ഒരു പ്രോഡക്റ്റ് തന്നെ പല വേർഷൻസ്, അല്ലെ, പല രൂപത്തിൽ, അതുപോലെ അതിൻ്റെ സൈസിൽ വ്യത്യാസം വരുന്നു, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു, അതുപോലെ പ്രൈസിൽ വ്യത്യാസം വരുന്നു, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരുപോലെ ആയിരിക്കും. കളറ്, ഷേപ്പ്, സ്മെല്ല്, ടേസ്റ്റ്, അല്ലേ, എല്ലാം സെയിം ആയിട്ടുള്ള പ്രോഡക്ട്സുകൾക്ക് പറയുന്ന പേരാണ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, നമ്മുടെ മാർക്കറ്റിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അങ്ങനെയാണെന്ന് പറയാം ഒരു പരിധി വരെ. ഇപ്പോൾ വീറ്റ് എല്ലായിടത്തും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്താണ്, ഒരേ വീറ്റാണ്. ഇപ്പോൾ പഞ്ചാബിലല്ലേ ഏറ്റവും കൂടുതൽ വീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, എല്ലാ കർഷകരും എന്താണ്, ഒരേ ടൈപ്പ് വീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പരിധി വരെ പറയാം, ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അല്ലേ, എങ്കിലും ഒരു പരിധി വരെ നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണെന്ന് പറയാം. അപ്പോൾ അതുപോലെ എന്താണ്, ഒരു പ്രദേശത്തെ വാട്ടർ സപ്ലൈ, ഒരു കമ്പനി വാട്ടർ സപ്ലൈ നടത്തുന്നു. അപ്പോൾ വാട്ടർ സപ്ലൈ എന്താണെന്ന് പറയാം, ഹോമോജീനിയസ് ആണെന്ന് പറയാം. ഒരു പരിധി വരെ മാത്രമേ പറയാൻ പറ്റൂ, അതിനകത്തും ചെറിയ വ്യത്യാസമൊക്കെ വരാം, ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരാം, എങ്കിലും ഒരു പരിധി വരെ നമുക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, അല്ലെ, ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഇവിടെ ഉണ്ട്. അവർ കോൺടാക്ട് ചെയ്യുന്നത് എന്തിനാണ്, ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്. എന്ത് ബൈയിങ് ആൻഡ് എന്തിനു വേണ്ടിയാണ്, എന്ത് വാങ്ങാനും വിൽക്കാനുമാണ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് അറ്റ് യൂണിഫോം പ്രൈസ്. മനസ്സിലായല്ലോ, ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അസംഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയും. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അസംഷൻസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. എന്തൊക്കെയാ നമ്മളൊന്ന് പറഞ്ഞു, അതിനകത്ത് 3 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വളരെയധികം ബയേഴ്സും സെല്ലേഴ്സും ഈ മാർക്കറ്റിൽ ഉണ്ടാകും. 2 ഹോമോജീനിയസ് പ്രോഡക്ട്സ്, ഏകജാതി ഉൽപ്പന്നങ്ങളാണ്. ഇനി പറയണ്ടല്ലോ എന്താണെന്നത്, മനസ്സിലായി. ഇനി യൂണിഫോം പ്രൈസ്, ഇത് 3 നമ്മൾ ആൾറെഡി പഠിച്ചു, യൂണിഫോം പ്രൈസ്. ഇനി നോക്ക് അടുത്ത പോയിന്റ്, നമ്മൾ പഠിക്കാത്ത പോയിന്റ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ മാർക്കറ്റിലേക്ക് ബയേഴ്സിനും സെല്ലേഴ്സിനും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം. എപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ രാത്രിയും പകലും അതല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കച്ചവടം നടത്താൻ ആർക്ക് പറ്റും, സെല്ലേഴ്സിന് പറ്റും. എപ്പോൾ വേണമെങ്കിലും ബയേഴ്സിന് സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവർക്ക് സെല്ലേഴ്സിന് നിർത്തി അവരുടെ കച്ചവടം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദനം നിർത്തിയിട്ട് അല്ലെങ്കിൽ ഉൽപ്പാദനം അവസാനിപ്പിച്ചിട്ട് പോകാനും കഴിയും. എന്ന് വെച്ചാൽ യാതൊരു ബാരിയേഴ്സും അവിടെ ഇല്ല, തടസ്സങ്ങളും റെസ്ട്രിക്ഷൻസ് അവിടെ ഇല്ല. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, ബയേഴ്സിനും സെല്ലേഴ്സിനും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ കടന്നു വരാനും പുറത്തു പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നർത്ഥം. ഇനി നോക്ക്, ഈ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. എന്തില്ല, ഗതാഗത ചിലവില്ല. ട്രാൻസ്പോർട്ട് കോസ്റ്റ് 0 ആണ് എന്ന് അസ്യൂം ചെയ്തിരിക്കുന്നു. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഗതാഗത ചിലവില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മൾ എറണാകുളത്തെ വില ആയിരിക്കില്ല തെക്കോട്ട് വരുമ്പോൾ, കൊല്ലത്തും ട്രിവാൻഡ്രത്തും വരുമ്പോൾ. അതിനകത്ത് എന്താണ്, ഒരു ലിറ്ററിൽ 20 പൈസയോ 30 പൈസയോ അല്ലെങ്കിൽ 50 പൈസയിലൊക്കെ വ്യത്യാസം കാണും. എന്തുകൊണ്ടാണത്, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടി ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നാൽ പ്രൈസിൽ വ്യത്യാസം വരും, അല്ലേ. പക്ഷെ നമ്മളിവിടെ നേരത്തെ അസ്യൂം ചെയ്തിട്ടുണ്ട് യൂണിഫോം പ്രൈസ് ആണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി അവർ പറയുകയാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുന്നു. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഗതാഗത ചിലവ് 0 ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്ക്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഗുഡ്സിനും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ടായിരിക്കും, പരിപൂർണമായ ചലനാത്മകത ഉണ്ടായിരിക്കും. ഗുഡ്സിനും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തുണ്ടായിരിക്കും, പരിപൂർണമായ ചലനാത്മകത. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഒരു മാർക്കറ്റിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റും. എന്ന് വെച്ചാൽ മൊബിലിറ്റി ഉണ്ടായിരിക്കും. ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് എന്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. അതുകൊണ്ട് മൊബിലിറ്റി, പെർഫെക്റ്റ് മൊബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക.
അടുത്ത് നോക്ക്, പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. ഇനി ഇവിടുത്തെ ബയേഴ്സിനും സെല്ലേഴ്സിനും മറ്റൊരു പ്രത്യേകത, അവർക്ക് മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ച് പെർഫെക്റ്റ് നോളജ് ഉണ്ടായിരിക്കും, പരിപൂർണമായ അറിവുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഏത് വിലയ്ക്കാണ് സാധനങ്ങൾ വിൽക്കുന്നത്, അതുപോലെ എത്ര അളവിലാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ കൃത്യമായ അറിവ് ബയേഴ്സിനും സെല്ലേഴ്സിനും ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് നോളജ് മാർക്കറ്റിലെ എല്ലാത്തിനെ കുറിച്ചും, മാർക്കറ്റിലെ പ്രൈസിനെ കുറിച്ച്, അതുപോലെ ഡിമാൻഡിനെ കുറിച്ച്, സപ്ലൈയെ കുറിച്ച് എല്ലാം കൃത്യമായൊരു ധാരണ ബയേഴ്സിനും സെല്ലേഴ്സിനും ഉണ്ടായിരിക്കുമെന്ന് സങ്കല്പിക്കപ്പെടുന്നു. പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അടുത്ത് നോക്ക്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്. ബയേഴ്സും സെല്ലേഴ്സും എന്താണ് ഇവിടെ? പ്രൈസ് ടേക്കേഴ്സ് ആണ്, വില സ്വീകർത്താക്കളാണ് എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വില നിർണ്ണയത്തിൽ ഇടപെടാൻ പറ്റില്ല. ബയേഴ്സിനും സെല്ലേഴ്സും വില നിർണ്ണയിക്കാൻ, പ്രത്യേകിച്ച് സെല്ലേഴ്സിന് അവരുടെ ഉൽപ്പന്നത്തിന്റെ വില നിർണ്ണയിക്കാൻ പറ്റില്ല. ഇപ്പോൾ വില കൂട്ടിയാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലായിടത്തും നമ്മൾ ആൾറെഡി പറഞ്ഞു, യൂണിഫോം പ്രൈസ് ആണ്. ഏതൊരു ഷോപ്പിൽ പോയാലും ഒരേ വിലയാണ്. ഒരു പ്രോഡക്റ്റിന് എടുത്താൽ ഒരേ വിലയാണ്. ഒരു ബാഗിനാണെങ്കിൽ ഒരേ വിലയാണ് എല്ലായിടത്തും. പേനയ്ക്കാണെങ്കിൽ ഒരേ വിലയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ആർക്ക് അറിയുകയും ചെയ്യാം? ബയേഴ്സിനും അറിയാം, സെല്ലേഴ്സിനും അറിയാം. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫേം വില വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ബയേഴ്സിന് അറിയാം, പെർഫെക്റ്റ് നോളജ് ഉള്ളത് കൊണ്ട് അവർക്കറിയാം ഇത് വില വർദ്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നേരെ അവരെന്ത് ചെയ്യും? ഇവയാളുടെ ഈ വില വർദ്ധിപ്പിച്ച ഫേമിന്റെ കസ്റ്റമേഴ്സ് മറ്റുള്ള ഫേമിലേക്ക് പോകും, അല്ലെ? മറ്റുള്ള ഷോപ്പിലേക്ക് പോകും. അപ്പോൾ ഈ വില വർദ്ധിപ്പിച്ച സ്ഥാപനത്തിന് എന്ത് നഷ്ടം? ആരെ നഷ്ടപ്പെടും? പിന്നെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടും. അപ്പോൾ അയാൾ പിന്നെ കച്ചവടം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും വില കുറയ്ക്കാൻ തയ്യാറാകും, പഴയ വിലയിലേക്ക് വരും. ഇനി ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത, ഇവിടെ എന്താണ്? ഇവർക്ക് നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ നോർമൽ പ്രോഫിറ്റ് ഒക്കെ ഇനി പറയും. നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അവർക്ക് വരുമാനവും ചിലവും തുല്യമായി, ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് നിലനിന്ന് പോകാൻ ആവശ്യമായ ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആ പ്രോഫിറ്റിനെയാണെന്ന് പറയുന്നത് പിന്നെ നോർമൽ പ്രോഫിറ്റ്, സാധാരണ ലാഭം എന്ന് പറയും. നോർമൽ പ്രോഫിറ്റ്, ഈ നോർമൽ, അതായത് TR = നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ ഇതാണ്. TR = TC. നോട്ട് ചെയ്തോണം. നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ TR = TC. പ്രത്യക്ഷം നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, പക്ഷേ ഈ സെൽഫ് ഓൺഡ് റിസോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെൽഫ് ഓൺഡ് റിസോഴ്സ് ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഒരു ഫേം, ഒരു പ്രൊഡ്യൂസർ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല, അക്കൗണ്ട്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇയാൾക്കൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റവന്യൂ കോസ്റ്റും ഈക്വൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് നിലനിന്ന് പോകാൻ ആവശ്യമായ ഒരു പ്രോഫിറ്റ് ഉണ്ട്, അല്ലാതെ അഡീഷണൽ ഇൻസെന്റീവ്സ് ഒന്നും കിട്ടില്ല. അപ്പൊ ആ നിലനിന്ന് പോകാൻ ആവശ്യമായ പ്രോഫിറ്റിനെയാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് TR = TC ആണ് അതിന്റെ കണ്ടീഷൻ. ഇപ്പോൾ ഒരു ഫേം വില കുറയ്ക്കുന്നതെന്ന് വെച്ചോ, വില കുറയ്ക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ വില കുറയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടും, ശരിയാണ്. പക്ഷേ ഇവിടെ വില കുറയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താ? വില കുറച്ചാൽ റവന്യൂ കുറയും, അല്ലേ? വില കുറച്ചാൽ എന്താണ് റവന്യൂ എന്ന് വെച്ചാൽ? എന്താണ്? P/Q അല്ലേ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് റവന്യൂ എന്ന് പറയുന്നത്. പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പ്രൈസ് കുറച്ചാൽ എന്ത് സംഭവിക്കും? റവന്യൂ കുറയും. നോക്ക്, ഇവിടെ TR = TC ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫേം അല്ലെങ്കിൽ ഈ മാർക്കറ്റ്. അപ്പോൾ റവന്യൂ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? റവന്യൂ ലെസ് ദാൻ TC ആവത്തില്ലേ? റവന്യൂ ലെസ് ദാൻ കോസ്റ്റ് ആകും. അപ്പോൾ ലോസ് ആയിരിക്കും. കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവും, ലോസ് ആയിരിക്കും ഫലം. അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഈ മാർക്കറ്റില് റവന്യൂ കുറയ്ക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? റവന്യൂ കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രൈസ് കുറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ പ്രൈസ് കൂട്ടാൻ പറ്റില്ല. പ്രൈസ് കൂട്ടിയാൽ കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടും. വില കുറയ്ക്കാനും പറ്റില്ല. കാര്യം അവർക്ക് നോർമൽ പ്രോഫിറ്റ് കൊണ്ടുവന്ന് വില കുറച്ചാൽ നഷ്ടം സംഭവിക്കും. നഷ്ടത്തിൽ ആർക്കെങ്കിലും വിൽക്കാൻ തയ്യാറാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഉള്ള വില, മാർക്കറ്റിൽ നിലവിലുള്ള വില അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ ആർക്ക് കഴിയൂ? ഇവിടുത്തെ ബയേഴ്സിനും സെല്ലേഴ്സിനും കഴിയുകയുള്ളൂ. മനസ്സിലായില്ലേ? ആ നിലവിലുള്ള വില അക്സെപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു വെച്ചാൽ. അപ്പൊ അറിയണം, വില പിന്നെ നിർണ്ണയിക്കുന്ന ആരാണ്? വില നിർണ്ണയിക്കുന്ന മാർക്കറ്റ് ഫോഴ്സസ് ആണ്. ഓർക്കുക, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ആ പോയിന്റ് നോട്ട് ചെയ്യുക. ഇൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ പ്രൈസ് ടേക്കേഴ്സ്, അല്ലെ? അവർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. അങ്ങനെ പറയാൻ കാരണം മാർക്കറ്റ് പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആരൊക്കെയാണ് വില നിർണ്ണയിക്കുന്നത്? ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ് വില നിർണ്ണയിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ ആരല്ല? ബയേഴ്സുമല്ല, സെല്ലേഴ്സുമല്ല. ആ പ്രൈസ് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ, അല്ലെ, സ്വീകരിക്കാൻ മാത്രമേ ആർക്ക് പറ്റൂ? ബയേഴ്സിനും സെല്ലേഴ്സിനും പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് വൈ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ കാൾഡ് പ്രൈസ് ടേക്കേഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കുക, ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ എന്തില്ല? സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. സെല്ലിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ അഡ്വർടൈസ്മെന്റിന്, സെയിൽസ് പ്രൊമോഷനൊക്കെ മറ്റും ആകുന്ന കോസ്റ്റിനെയാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയും. നമുക്കറിയാം, അല്ലെ? ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ ഭയങ്കരമായ കോമ്പറ്റീഷനാണ്. അപ്പോൾ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും. അതിലൊരു സ്ട്രാറ്റജിയാണ് ഈ അഡ്വർടൈസ്മെന്റ്, സെയിൽസ് പ്രൊമോഷൻ, അല്ലെ? ഡിസ്കൗണ്ട് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
അപ്പോൾ ഇതിനൊക്കെ ഒരു കോസ്റ്റ് ആകുന്നുണ്ട് അല്ലേ, ഒരു ഫേമിന് ആകുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. പരസ്യത്തിന് മറ്റും ചിലവാക്കുക. കാര്യം എന്താ, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ട് പിന്നെ അഡ്വർടൈസ്മെന്റ് കാര്യമുണ്ടോ, ഇല്ല. ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻ അഡ്വർടൈസ്മെന്റ് ആകുന്ന കോസ്റ്റ് ആണ് സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. എന്തില്ല, ആരുടെ ഇടപെടലില്ല, ഗവൺമെന്റിന്റെ ഇടപെടലില്ല അല്ലെ. ഈ മാർക്കറ്റിൽ ആരിടപെടുന്നില്ല, ഗവൺമെന്റ് ഇടപെടുന്നില്ല അല്ലെ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇല്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്? വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ്, യൂണിഫോം പ്രൈസ്, freedom of entry and exit, absence of transport cost, perfect mobility of goods and factors of production. At the perfect knowledge about market conditions, buyers and sellers are price takers, absence of selling cost, no government intervention. ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, മറ്റൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, ദ ടേംസ് പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ അതിനോട് ഒരു ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു ടേം ആണ് പ്യുവർ കോമ്പറ്റീഷൻ. പ്യുവർ കോമ്പറ്റീഷൻ. അപ്പോൾ ദ ടേംസ് പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആർ ക്ലോസ്ലി റിലേറ്റഡ്. അതായത് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ടേമും അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ടേമും ആർ ക്ലോസ്ലി റിലേറ്റഡ്. അത് പരസ്പരം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായിട്ട് റിലേഷൻ ഉള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതായത് അത് ക്ലോസ്ലി റിലേറ്റഡ് ആണ് ആൻഡ് ഓഫൺ യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇന്റർചേഞ്ചബിളി എന്ന് വെച്ചാൽ യാതൊരു വ്യത്യാസവുമില്ല, അത് ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ കോമ്പറ്റീഷൻ തന്നെയാണ്, പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തന്നെയാണ്, വ്യത്യാസമില്ലാതെ മാറ്റമില്ലാതെയാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ബട്ട് ദെയർ ആർ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇങ്ങനെ ഇന്റർചേഞ്ചബിളി ആയിട്ട് ഉപയോഗിക്കുന്ന, മാറ്റമില്ലാതെ ഉപയോഗിക്കുന്ന രണ്ട് ഒരുപോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഇവർ തമ്മിലുണ്ട്. പ്യുവർ കോമ്പറ്റീഷൻ, അപ്പോൾ പ്യുവർ കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഒരേ ടേം തന്നെയാണ്, ഒരേ കോൺസെപ്റ്റുകൾ തന്നെയാണ്. പക്ഷേ ഇവർ തമ്മിൽ എന്തുണ്ട്? ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ആ വ്യത്യാസം എന്താണ് നോക്ക്. പ്യുവർ കോമ്പറ്റീഷൻ ഡസ് നോട്ട് നെസസറിലി അസ്യൂം. എന്താണ് ഈ പ്യുവർ കോമ്പറ്റീഷൻ? ഡസ് നോട്ട് നെസസറിലി അസ്യൂം. അവര് അസ്യൂം ചെയ്യുന്നില്ല. എന്തൊക്കെയാണ്? പെർഫെക്റ്റ് നോളജ്, പെർഫെക്റ്റ് മൊബിലിറ്റി, സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതായത് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചില്ലേ, ബയേഴ്സിനും സെല്ലേഴ്സിനും എന്തുണ്ട്? പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻ. ആ അസംഷൻ എവിടെയില്ല? പ്യുവർ കോമ്പറ്റീഷനിൽ ഇല്ല. ഇനി പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചില്ലേ, അതുകൂടെയുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ അസംഷൻ ആണ് അല്ലേ. അത് എവിടെയില്ല? പ്യുവർ കോമ്പറ്റീഷൻ ഇല്ല. സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ പഠിച്ചു, ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലേ, അതാണ് സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതും ആ അസംഷനും എവിടെയില്ല? പ്യുവർ കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ ഇതാണ് ഈ മൂന്ന് അസംഷൻ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള ഈ മൂന്ന് അസംഷൻസ് എവിടെ വരുന്നില്ല? പ്യുവർ കോമ്പറ്റീഷനിൽ വരുന്നില്ല. ഇതാണ് ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസം. പെർഫെക്റ്റ് കോമ്പറ്റീഷനും ബാക്കിയുള്ള അസംഷൻസ് എല്ലാം ആര് ഫോളോ ചെയ്യുന്നുണ്ട്? പ്യുവർ കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ നമ്മൾ പഠിച്ച അസംഷൻസിൽ പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഈ മൂന്ന് അസംഷൻസും എവിടെയില്ല? പ്യുവർ കോമ്പറ്റീഷനിൽ ഇല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് പ്യുവർ കോമ്പറ്റീഷൻ ഡസ് നോട്ട് നെസസറിലി അസ്യൂംസ് അല്ലെ, അവരെന്ത് ചെയ്യുന്നില്ല? അസ്യൂം ചെയ്യുന്നില്ല. എന്തൊക്കെയാണ്? പെർഫെക്റ്റ് നോളജും പെർഫെക്റ്റ് മൊബിലിറ്റിയും സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും. ബാക്കിയുള്ള അസംഷൻസ് എവിടെയുണ്ട്? പ്യുവർ കോമ്പറ്റീഷനിലും ഉണ്ട്. അല്ലാതെ ബാക്കിയുള്ള പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ അതേ അസംഷൻസ് എവിടെയുണ്ട്? പ്യുവർ അതുകൊണ്ടാണ് അവരെ ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, രണ്ടും ഒന്നാണെന്ന് പറയുന്നത്. ഈ ചെറിയൊരു വ്യത്യാസമാണ് അതിനകത്ത് ഉള്ളത്. ബാക്കിയുള്ള അസംഷൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അത് കൃത്യമായിട്ട് രണ്ടിടത്തുമുണ്ട്. അതുപോലെ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, അതുപോലെ പിന്നെന്താണ്? ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഇത് മൂന്നും ഏറ്റവും നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ. പ്യുവർ കോമ്പറ്റീഷന്റെ ഏറ്റവും നെസസറി കണ്ടീഷൻ ഏതെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം ഉണ്ട്, പക്ഷേ ആ മോസ്റ്റ് നെസസറി കണ്ടീഷൻ ഏതെന്ന് ചോദിച്ചാൽ പറയുക ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, ആ മൂന്ന് കണ്ടീഷൻസ് ആണ് പ്യുവർ കോമ്പറ്റീഷൻ നെസസറി കണ്ടീഷൻസ്. ഇനി പ്യുവർ കോമ്പറ്റീഷനിൽ ഇല്ലാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പെർഫെക്റ്റ് നോളജ്, പെർഫെക്റ്റ് മൊബിലിറ്റി, സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ഏറ്റവും നെസസറി ആയിട്ടുള്ള കണ്ടീഷൻ മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ്, അതുപോലെ പിന്നെന്താണ്?
ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഏറ്റവും നെസറി കണ്ടീഷൻസും ഇല്ലാത്ത കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. ഇനി പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ഷോർട്ട് പീരീഡ് ഓർ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം. അപ്പൊ ശ്രദ്ധിക്കുക, പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ഷോർട്ട് പീരീഡ്. നമുക്കറിയാം ഷോർട്ട് പീരീഡും ലോങ് പീരീഡും ഉണ്ട്. അപ്പൊ ഈ മാർക്കറ്റിൽ, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് സെല്ലേഴ്സ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഇക്വിലിബ്രിയത്തിൽ സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് എങ്ങനെയാണ്? ഏത് പീരീഡിൽ? ഷോർട്ട് പീരീഡിൽ. അത് ഒരു ഫേമിന്റെ കേസ്. ഒരു ഫേം എങ്ങനെയാണോ ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന, ബാക്കിയുള്ള ഫേമും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്? എവിടെ? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അവർ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത്, സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. നോക്ക്, the main objective of every production unit is to maximize its profit. നോക്കട്ടെ, the main objective of every production unit, ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. നമുക്കറിയാം, അത് ഏത് മാർക്കറ്റ് ആണെങ്കിലും, നമ്മൾ പഠിക്കുന്ന പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും, ഇനി പഠിക്കാൻ പോകുന്ന മൊണോപ്പൊളി ആണെങ്കിലും, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിലും, അതുപോലെ ഒളിഗോപ്പൊളി ആണെങ്കിലും, ഏത് മാർക്കറ്റിലെയും സെല്ലേഴ്സിന്റെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കും? ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, പരമാവധി എത്തിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഇക്വിലിബ്രിയത്തെ കുറിച്ചല്ലേ? ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം, ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്, അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം പ്രോഫിറ്റ്. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഏത് പോയിന്റിൽ വെച്ച്? അറ്റ് ദ പോയിന്റ് ഓഫ് മാക്സിമം പ്രോഫിറ്റ്. അതായത് എപ്പോഴാണോ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക, അപ്പോൾ ആ ഫേം എന്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയാം? ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയാം. മനസ്സിലായല്ലോ? മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഉദ്ദേശിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് അല്ല, നിലവിലെ അവരുടെ കണ്ടീഷൻസ് വെച്ചിട്ട് ഉള്ള മാക്സിമം പ്രോഫിറ്റ്. ആ മാക്സിമം പ്രോഫിറ്റിൽ എത്തുമ്പോൾ അവർ എന്തിലെത്തിച്ചേരുന്നു എന്ന് പറയും? സന്തുലിതാവസ്ഥയിൽ, ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നു എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇനി പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസമാണ്? TR ഉം TC യും, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു TR മൈനസ് TC, അല്ലേ? TR മൈനസ് TC, ഇതാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. TR മൈനസ് TC. ഈ ഹയർ സെക്കൻഡറി ടെക്സ്റ്റുകളിൽ പൈ ഈസ് ഈക്വൽ ടു, പൈ ആണ് കൊടുത്തേക്കുന്നത്, സിമ്പിൾ പൈ ആണ്. ഇതിന് പകരം പ്രോഫിറ്റിന് കൊടുത്തേക്കുന്ന പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു TR മൈനസ് TC. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. അപ്പോൾ ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഇക്വിലിബ്രിയം ഒന്നാണെന്ന് മനസ്സിലായല്ലോ. ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയത്തിലാകുന്നു. അപ്പോൾ രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം ആണ്. അപ്പോൾ ഇനി ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരണമെങ്കിൽ, എ ഫേം ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്യണം. ചില കണ്ടീഷൻസ് അവർ പാലിച്ചാൽ മാത്രമേ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റൂ? ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. അതായത് ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ ആ ഫേമിന്റെ മാർക്കറ്റ് പ്രൈസും മാർജിനൽ കോസ്റ്റും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. എന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റ് മീൻസ് അഡീഷണൽ കോസ്റ്റ്, അല്ലേ? നമ്മൾ പഠിച്ചതാണ്, കോസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ആ മാർജിനൽ കോസ്റ്റിന് തുല്യമായിട്ട് എന്ത് വരണം? പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകണം. അതാണ് ലീസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ എന്ത്? പ്രൈസും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കണം. ഇനി MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC എന്ന് വെച്ചാൽ എന്താണ്? മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC മാർജിനൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ? നോൺ ഡിക്രീസിങ് ആയിരിക്കണം, കുറയാൻ പാടില്ല. നോൺ ഡിക്രീസിങ് എന്ന് വെച്ചാൽ കുറയാതിരിക്കണം, ഒന്നുകിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കൂടുതലായിരിക്കണം. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC എന്ത് ചെയ്യരുത്? കുറയരുത്. നോൺ ഡിക്രീസിങ്, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ MC എന്ത് ചെയ്യരുത്? കുറയരുത്. ഇൻ അതർ വേർഡ്സ്, ആ പോയിന്റ് വേറെ രീതിയിൽ പറയാം. The MC curve should cut the MR curve from below. MC curve MR curve എവിടെ നിന്ന് കട്ട് ചെയ്യണം? താഴെ നിന്നും കട്ട് ചെയ്യണം. MC curve MR curve താഴെ നിന്നും കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ
എം സി നോൺ ഡിക്രീസിങ് ആയിരിക്കണം. എം സി എന്ത് ചെയ്യണം? എം സി കർവ് നമുക്കറിയാം, എം സി യു ഷേപ്പ് കർവാണ്. എം സി എന്ത് ടൈപ്പിന്റെ യു ഷേപ്പ് ആണ്. എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ? കോസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റിൽ പഠിച്ചതാണ്, കോസ്റ്റ് ഫംഗ്ഷനിൽ പഠിച്ചതാണ്. അപ്പോൾ എം സി കർവ് ഇത് ഷോർട്ട് പീരീഡിൽ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് പീരീഡ് ആണെങ്കിലും എം സി കർവ് എം ആർ കർവിനെ എവിടെ നിന്ന് കട്ട് ചെയ്യണം? ഫ്രം ദ ബിലോ, താഴെ നിന്നും കട്ട് ചെയ്യണം. താഴെ നിന്നും കട്ട് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടല്ലേ പോണത്. അപ്പൊ എം സി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എം സി നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻസ് പഠിക്കുക. ഒന്നാമത്തെ അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ് പി ഈസ് ഈക്വൽ ടു എം സി. രണ്ട്, എം സി ഷുഡ് ബി നോൺ ഡിക്രീസിങ്, എം സി കുറയാൻ പാടില്ല. അല്ലെങ്കിൽ ആ കണ്ടീഷൻ എങ്ങനെ പറയാം? എം സി കർവ് ഷുഡ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ. എം സി കർവ് എം ആർ കർവിനെ എവിടെ നിന്ന് കട്ട് ചെയ്യണം? താഴെ നിന്നും കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ രണ്ടും തമ്മിൽ എം സി എം ആറും കൂട്ടിമുട്ടുന്നുണ്ട്. എം സി കർവ് മുകളിൽ നിന്ന് വരുമ്പോഴല്ല കട്ട് ചെയ്യേണ്ടത്, താഴെ നിന്ന് വരുമ്പോഴാണ് കട്ട് ചെയ്യേണ്ടത്. അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് എം ആർ കർവ്. എം ആർ കർവ് മനസ്സിലായില്ലേ? ഇത് എം സി കർവ് കാണാലോ. എം ആർ കർവ്, എം സി കർവ്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എം ആർ കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ, പാരലൽ ടു എക്സ് ആക്സിസ്. കാര്യം യൂണിഫോം പ്രൈസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. എം സി കർവ് യു ഷേപ്പ് കർവാണ്. അപ്പോൾ നോക്ക്, ഇതിന്റെ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാം. എ ബി, രണ്ട് ഇന്റർസെക്ഷൻ പോയിന്റ്, രണ്ട് സ്ഥലത്ത് വെച്ച് എം സി എം ആറും ഈക്വൽ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, എ എന്ന പോയിന്റ് എടുത്താൽ എയിൽ എം സി കർവ് എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് വരുമ്പോഴാണ് എം ആറിനെ ടച്ച് ചെയ്യുന്നത്. ഫ്രം എബോവ് ആണ്, മുകളിൽ നിന്ന് വരുമ്പോഴാണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? എം സി കർവ് ഷുഡ് കട്ട് എം ആർ കർവ് ഫ്രം ബിലോ. എം സി കർവ് എം ആറിനെ എവിടെ നിന്ന് കട്ട് ചെയ്യണം? താഴെ നിന്ന്. ബി എന്ന പോയിന്റ് നോക്കിയേ. ബിയിൽ നോക്കുമ്പോൾ എം സി കർവ് താഴെ നിന്ന് വന്ന് മുകളിലോട്ട് പോകുമ്പോഴാണ് എം ആറിനെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ബി എന്ന പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്ന ഇക്വിലിബ്രിയം പോയിന്റ്. മനസ്സിലായില്ലേ? ബി എന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. എ എടുക്കാത്ത കാര്യം എന്താണ്? എയിലും എം സി എം ആറും ഈക്വൽ ആണ്, അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എയിൽ മുകളിൽ നിന്ന് വരുമ്പോഴാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എ എടുത്തില്ല, എന്തുകൊണ്ട് ബി എടുത്തു, അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ എടുക്കാൻ എൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ എ ആണ് ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് എടുത്താൽ പിന്നീട് എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ എ കഴിഞ്ഞിട്ടും അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്? നോക്കിയേ, എ ആണ് എടുക്കുന്നതെങ്കിൽ എ കഴിഞ്ഞിട്ട് നോക്ക്, എ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും പോർഷനിൽ എം സി കർവ് താഴെയും എം ആർ കർവ് മുകളിലും അല്ലേ കാണുന്നത്. എ എന്ന പോയിന്റ് എടുത്തു എന്ന് വയ്ക്കുക. പക്ഷേ എ കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ നോക്കിയേ, എം ആർ കർവ് മുകളിലും എം സി താഴെ, എന്ന് വെച്ചാൽ കോസ്റ്റ് കുറവും റവന്യൂ കൂടുതലും. ഒരു ഫേമിനെ സംബന്ധിച്ച് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഇത്? റവന്യൂ കൂടുതൽ, കോസ്റ്റ് കുറവ്. അപ്പോൾ വീണ്ടും എന്തിനുള്ള സാധ്യതയുണ്ട്? പ്രൊഡക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? ബി. ബി എന്ന പോയിന്റ് എടുത്തതിന് ശേഷം നോക്കിയേ, പിന്നെ ഏതാണ് മുകളിൽ? എം സി മുകളിൽ, എം ആർ താഴെ. എന്ന് വെച്ചാൽ ചിലവ് കൂടുതൽ, റവന്യൂ കുറവ് അല്ലേ? ചിലവ് കൂടുതൽ, വരുമാനം കുറവ്. അപ്പോൾ വരുമാനത്തേക്കാൾ ചിലവ് കൂടിയാൽ എന്താണ് അവസ്ഥ? ലോസ് ആണ്. പിന്നീട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല, ലോസ് ആണ്. അപ്പോൾ അവരുടെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ രണ്ടിടത്തും ഇക്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബി എടുക്കും. അപ്പോൾ ബിയുടെ പ്രത്യേകത എന്താണ്? എം സി കർവ് എം ആറിനെ താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. മുകളിൽ നിന്ന് കട്ട് ചെയ്ത എ എടുത്താൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കേണ്ടി വരും. പിന്നീട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട് എ കഴിഞ്ഞിട്ടും. കാരണം റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. ഈ പോർഷനിൽ റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടുതലല്ലേ? അപ്പോൾ അതുകൊണ്ട് വീണ്ടും പ്രൊഡക്ഷൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പോയിന്റ് എടുക്കാവൂ? ബി എന്ന പോയിന്റ് എടുക്കാവൂ. ബിയിൽ എം സി കർവ് എം ആറിനെ എവിടെ നിന്ന് കട്ട് ചെയ്യുന്നു? താഴെ നിന്നും കട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ നോക്ക്. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വി സി ഇൻ ദ ഷോർട്ട് റൺ. പ്രൈസ് ഷുഡ് ബി, പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് എ വി സി ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലാണ് ഒരു ഫേം ഷോർട്ട് റണ്ണിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. മാർക്കറ്റ് പ്രൈസ് ഒന്നുകിൽ കൂടുതലായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്നുകിൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ തുല്യമായിരിക്കണം. എന്തിന്? എ വി സിക്ക്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് എ വി സിക്ക് താഴെ വരാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഷോർട്ട് പീരീഡ് ആണെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ മാർക്കറ്റ് പ്രൈസ് കൂടുതലോ തുല്യമോ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. എന്ന് വെച്ചാൽ അവർക്ക് വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള പ്രൈസ് എങ്കിലും കിട്ടണമെന്നർത്ഥം. മനസ്സിലായില്ലേ? വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള പ്രൈസ് എങ്കിലും അവർക്ക് ഷോർട്ട് പീരീഡിൽ കിട്ടിയിരിക്കണം. എന്ന് വെച്ചാൽ ലേബേഴ്സിന് കൊടുക്കാൻ സാലറി കൊടുക്കാൻ കഴിയണം. ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡിൽ ഇപ്പോൾ ലോങ് പീരീഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ കോസ്റ്റും കൂടി കവർ ചെയ്ത് കിട്ടും. പക്ഷേ ഷോർട്ട് പീരീഡിൽ ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ എന്താണ്? അറ്റ്ലീസ്റ്റ് വേരിയബിൾ കോസ്റ്റ്, ഇപ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കണം,
പിന്നെ ഇവർക്ക് സാലറി കൊടുക്കണം, ഇങ്ങനെയുള്ള വേരിയബിൾ കോസ്റ്റ് എങ്കിലും എന്താണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കണം, ഇങ്ങനെയുള്ള കോസ്റ്റ് എങ്കിലും കവർ ചെയ്ത് കിട്ടുന്ന പ്രൈസ് അവർക്ക് കിട്ടണം. അതുകൊണ്ടാണ് പറയുന്നത് ഷോർട്ട് പീരീഡിൽ മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC എന്ന് പറയുന്നത്. ഒരിക്കലും മാർക്കറ്റ് പ്രൈസ് താഴെ വരരുത്. താഴെ വന്നാൽ ആ ഫേം എന്ത് ചെയ്യേണ്ടി വരും? ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എപ്പോഴാണ് ഒരു ഫേം അടച്ചു പൂട്ടേണ്ടി വരിക എന്ന് ഓർക്കുക? വെൻ പ്രൈസ് ഡിക്രീസസ് അല്ലെങ്കിൽ വെൻ പ്രൈസ് ഫാൾസ് ബിലോ AVC. വെൻ പ്രൈസ് ഫാൾസ് ബിലോ AVC, പ്രൈസ് AVCക്ക് താഴെ വന്നാൽ എന്ത്? ഫേം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അടച്ചു പൂട്ടേണ്ടി വരും ഷോർട്ട് പീരീഡിൽ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഒന്നുകിൽ പ്രൈസ് അല്ലെങ്കിൽ പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ഷോർട്ട് പീരീഡിൽ ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസ് AVCയേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ AVCക്ക് തുല്യമായിരിക്കണം. ദാറ്റ് മീൻസ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ഇൻ ദ ഷോർട്ട് റൺ. ഇനി ലോങ് റണ്ണിലാണെങ്കിലോ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. പ്രൈസ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. പ്രൈസ് എന്ന് പറയുന്നത് LRICയേക്കാൾ കൂടുതലോ തുല്യമോ ആയിരിക്കണം. പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിലാണെങ്കിൽ അവിടെ AVC വരില്ലല്ലോ, ലോങ് റണ്ണിൽ വേരിയബിൾ കോസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ പ്രൈസ് എന്തായിരിക്കണം? LRICക്ക്, LRIC എന്ന് വെച്ചാൽ അറിയാമല്ലോ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്. പ്രൈസ് LRICക്ക് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. LRICക്ക് താഴെ വന്നാൽ പ്രൈസ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അടച്ചു പൂട്ടേണ്ടി വരും, ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഷട്ട് ഡൗൺ പോയിന്റിന്റെ കണ്ടീഷൻ കൂടി ഇതിന്റെ കൂടെ പഠിക്കുകയാണ്. ഒരു ഫേം എപ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്? ഷോർട്ട് റണ്ണിലാണെങ്കിൽ AVCക്ക് താഴെ പ്രൈസ് വരുമ്പോൾ, അതായത് പ്രൈസ് ലെസ് ദാൻ AVC. ഇനി ലോങ് പീരീഡിലാണെങ്കിലോ പ്രൈസ് LRICക്ക് താഴെ വന്നാൽ അവർ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ പ്രൈസ് LRICക്ക് തുല്യമായിരിക്കണം, അല്ലെങ്കിൽ LRICയേക്കാൾ കൂടുതലായിരിക്കണം. ഏത് പീരീഡിൽ? ലോങ് പീരീഡിൽ. ഓക്കെ, ഇത്രയുമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അല്ലേ, മനസ്സിലായല്ലോ? 4 പോയിന്റ് ആണുള്ളത്. ഒന്ന് P=MC ആയിരിക്കണം, മറ്റൊന്ന് MC കർവ് MR കർവിനെ താഴെ നിന്നും കട്ട് ചെയ്യണം, 3 ഷോർട്ട് പീരീഡിൽ പ്രൈസ് AVCക്ക് തുല്യമോ AVCയേക്കാൾ കൂടുതലോ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ആയിരിക്കണം, 4 ലോങ് പീരീഡിൽ പ്രൈസ് LRICക്ക് തുല്യമോ LRICയേക്കാൾ കൂടുതലോ ആയിരിക്കണം. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. ഇനി ഇൻ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ദ ഇന്ററാക്ഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമിൻസ് ദ മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇനി മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരല്ല? സെല്ലേഴ്സും ബയേഴ്സും അല്ല. അതുകൊണ്ട് അവരെ നമ്മൾ പ്രൈസ് ടേക്കേഴ്സ് എന്ന് വിളിച്ചു, ഓർമ്മയുണ്ടല്ലോ. ഇനി ആരാണ് ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ദ ഇന്ററാക്ഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡിറ്റർമിൻസ് ദ മാർക്കറ്റ് പ്രൈസ്. ആരൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്? സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ സപ്ലൈയും ഡിമാൻഡും ചേർന്നാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മാർക്കറ്റ് ഫോഴ്സസ് ആണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എവിടെ? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ. ഇനി ഇൻ ദ ലോങ് റൺ ഫേംസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അച്ചീവ് ബോത്ത് അലോക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. നല്ലൊരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇൻ ദ ലോങ് റണ്ണിൽ ഫേംസ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ് അച്ചീവ് ബോത്ത് അലോക്കേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, പോയിന്റ് നോട്ട് ചെയ്യുക. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഓരോ ഫേംസും ലോങ് റണ്ണിലാണെങ്കിൽ അവർക്ക് അലോക്കേറ്റീവ് എഫിഷ്യൻസിയും ഉണ്ടാകുന്നു, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും ഉണ്ടാകും. അപ്പോൾ 2 എഫിഷ്യൻസികൾ ലോങ് പീരീഡിൽ ഒരു ഫേമിന് ഉണ്ടാകും പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ. ഏതൊക്കെ എഫിഷ്യൻസികളാണ്? അലോക്കേറ്റീവ് എഫിഷ്യൻസിയും പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും. അത് ഏത് പീരീഡിലാണ്? ലോങ് പീരീഡിലാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതായത് റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഒപ്റ്റിമലി. അതായത് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതായത് മീനിങ് റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഒപ്റ്റിമലി. അതായത് ഇവിടെ മാർക്കറ്റിൽ അവിടുത്തെ റിസോഴ്സസ്, ഇൻപുട്ട് ഉൾപ്പെടെയുള്ള റിസോഴ്സസ് ഒപ്റ്റിമലി മാക്സിമം ലെവലിൽ അവരെന്ത് ചെയ്യുന്നു? അലോക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ MC=AR ആയിരിക്കും. ആവറേജ് റവന്യൂവും മാർജിനൽ കോസ്റ്റും അവിടെ തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ AR ആണ് അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസും മാർജിനൽ കോസ്റ്റും തുല്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ P=MC ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്, AR തന്നെയാണ് പ്രൈസും കേട്ടോ. നമ്മൾ പറയും AR തന്നെയാണ് പ്രൈസ്. അപ്പോൾ MC-യും AR-ഉം തുല്യമാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ലോങ് റണ്ണിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താണ്? റിസോഴ്സ്
അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ മാക്സിമം ലെവലിൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു വെച്ചാൽ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഉണ്ട്. ഇനി എന്താണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ ആൻഡ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ലോങ് റണ്ണിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ അല്ലെങ്കിൽ ലോവസ്റ്റ് പോസിബിൾ ലെവലിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവർക്ക് ഉൽപ്പാദനം നടത്താൻ കഴിയും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് പി ഇസിക്കൽ ടു എം സിയിൽ പി ഇസിക്കൽ ടു എം സി, ഈ എം സി ഇസിക്കൽ എ ആറും പി ഇസിക്കൽ ടു എം സി എല്ലാം സെയിം ആണ്. നമ്മൾ പറയുന്നത് എ ആർ തന്നെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അവർക്ക് മാക്സിമം പോസിബിൾ ലെവലിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൽപ്പാദനം നടത്താനും കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇത് രണ്ടും ഓർത്തിരിക്കുക. ലോങ് പീരീഡിൽ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ 2 തരം എഫിഷ്യൻസികളുണ്ട്. ഏതൊക്കെയാണ്? അലോക്കേറ്റീവ് എഫിഷ്യൻസിയും അതുപോലെ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും. മനസ്സിലായല്ലോ? അലോക്കേഷൻ എഫിഷ്യൻസി അല്ലെങ്കിൽ അലോക്കേറ്റീവ് എഫിഷ്യൻസിയും പ്രൊഡക്ഷൻ എഫിഷ്യൻസി. അത്ര ഓർത്തിരിക്കാൻ പറ്റില്ല. ആ 2 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ആ ഒരു രീതിയിലേ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നോക്ക്, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആർ നോൺ ടു അച്ചീവ് പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നോക്ക്, ഇനി എടുത്ത് പറയാം, നമ്മൾ അലോക്കേറ്റീവ് എഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അലോക്കേഷൻ എഫിഷ്യൻസി ഉണ്ട്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞു ലോങ് റണ്ണിൽ. ഇനി അത് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയാണ്, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആർ നോൺ ടു അച്ചീവ് പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. പാരേറ്റോ, അതായത് നെറ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അത് പാരേറ്റോ, വിൽഫ്രെഡോ പാരേറ്റോ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറി ഉണ്ട്, പാരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറി എന്ന് പറയും. പാരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറി, അതിൽ അദ്ദേഹം അലോക്കേഷൻ ഓഫ് റിസോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പാരേറ്റോ പറയുന്ന അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഏതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് മാർക്കറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? അതായത് വിൽഫ്രെഡോ പാരേറ്റോ എന്ന് പറയുന്ന ഒരു ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് പാരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറി എന്ന് പറയും. ആ പാരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറിയിൽ എന്തിനെക്കുറിച്ച്? അലോക്കേഷൻ ഓഫ് റിസോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ മാക്സിമം റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യേണ്ടതിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അലോക്കേറ്റീവ് റിസോഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ പാരേറ്റോ മുന്നോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ അനുസരിച്ചുള്ള റിസോഴ്സ് അലോക്കേഷൻ ഏതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു? ഏത് മാർക്കറ്റിൽ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആർ നോട്ട് ടു അച്ചീവ് എ പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഏതിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ദിസ് മീൻസ് ദാറ്റ്, അതിന്റെ അർത്ഥം എന്താണ്? ഈ പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഈ പാരേറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ പറയുന്നത് no one can be made better off without making some on worse off in such a market. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളിൽ no one can be made better off. ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ബെറ്റർ ഓഫ് ആക്കാൻ പറ്റില്ല, മെച്ചപ്പെടാൻ പറ്റില്ല. ഒരു സെല്ലേഴ്സിനും അല്ലെങ്കിൽ ഒരു ഫേമിനും എന്ത് ബെറ്റർ ഓഫ് വെച്ചാൽ മികച്ചു പോകാൻ പറ്റില്ല. എങ്ങനെ? വിത്തൗട്ട് മേക്കിംഗ് someone else worse off. വിത്തൗട്ട് മേക്കിംഗ് someone else worse off. മറ്റ് ഫേംസിനെ worse off, മോശപ്പെടുത്താതെ ഒരിക്കലും മറ്റൊരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉയർന്നു പോകാൻ പറ്റില്ല, ബെറ്റർ ഓഫ്, മെച്ചപ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 2 ഫേംസ് ഉണ്ടെങ്കിൽ ഒരു ഫേംസിന് ബെറ്റർ ഓഫ് ആകണമെങ്കിൽ രണ്ടാമത്തെ ഫേമിന് എന്ത് ചെയ്യണം? വർസ് ഓഫ് ആയാൽ മാത്രമേ, അവർക്ക് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ലോസ് സംഭവിച്ചാൽ മാത്രമേ മറ്റൊരു ഫേമിന് ലാഭത്തിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് ഏതിൽ പറയുന്നത്? പാരേറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇത് സാധ്യമാകുന്നത് ഏത് മാർക്കറ്റിലാണ്? ഈ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ്, അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ പാരേറ്റോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പാരേറ്റോ ഒപ്റ്റിമൽ റിസോഴ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് എവിടെയാണ്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി A firm's demand curve under perfect competition is perfectly elastic. വളരെ നല്ലൊരു പോയിന്റ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ്. A firm's demand curve under perfect competition. A firm's demand curve under perfect competition. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് will be perfectly elastic. പരിപൂർണമായും ഇലാസ്തികമായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ ഡിമാൻഡ് കാര്യം നമ്മൾ ഇനി ഓരോ മാർക്കറ്റ് പഠിക്കുമ്പോൾ അവിടുത്തെ ഡിമാൻഡ് കർവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് അവർ പറയുന്നത് A firm's demand curve under perfect competition is perfectly elastic.
അതായത് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേമിന്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പരിപൂർണമായും ഇലാസ്തികമായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് ഈസ്, അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇറ്റ് വിൽ ബി എ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു ആക്സിസ്. അതായത് ഡിമാൻഡ് കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിൽ ബി എ ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടുത്തെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ഡി ഡി അല്ലേ നമ്മൾ സാധാരണ ഡിമാൻഡ് കർവിന് കൊടുക്കുക, ഡി ഡി. എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. കാരണം യൂണിഫോം പ്രൈസ് ആയതുകൊണ്ടാണ്. ആ പ്രൈസിന് എത്ര വേണമെങ്കിലും സാധനങ്ങൾ വിൽക്കാൻ സെല്ലേഴ്സിനും എത്ര വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാനും ബയേഴ്സിനും പറ്റും. പക്ഷേ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രൈസ് പി, പ്രൈസ് ഒ പി പ്രൈസിൽ എത്ര വേണമെങ്കിലും വാങ്ങാം. അതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും ഡിമാൻഡ് കർവ്. ഏത് മാർക്കറ്റിൽ? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അത് ഇങ്ങനെ ഡിമാൻഡ് കർവ് പാരലൽ ആയിട്ട് പോകുന്നതിനെ പറയുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയും. ഇനി എന്ന് വെച്ചാൽ പ്രൈസിൽ ഒരു സ്ലൈറ്റ് ചേഞ്ച് വന്നാൽ എത്ര വേണമെങ്കിലും, ചെറിയ ചേഞ്ച് വന്നാൽ എത്ര വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. അതാണ്, അതായത് പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ കൂടുതലാണ് ഡിമാൻഡിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് ആയിരിക്കും ഡിമാൻഡുള്ളത്. അതുകൊണ്ടാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ലൈൻ, വിലരേഖ, ഡിമാൻഡ് കർവ്, AR കർവ്, AR കർവ് മീൻസ് ആവറേജ് റവന്യൂ കർവ്, ആൻഡ് MR കർവ് ഓൾ ആർ സെയിം. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പ്രൈസ് ലൈൻ, ഡിമാൻഡ് കർവ്, AR കർവ്, MR കർവ്, ഈ 4 കർവുകൾ ഏതൊക്കെയാണ്ട്? പ്രൈസ് ലൈൻ, വിലരേഖ, ഡിമാൻഡ് കർവ്, ചോദനവക്രം, AR കർവ്, ആവറേജ് റവന്യൂ കർവ്, MR കർവ്, മാർജിനൽ റവന്യൂ കർവ്, ആൾ ആർ സെയിം. ഇത് 4 എന്താണ്? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ ആ കർവുകളുടെ ഷേപ്പ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയെന്ന് വെച്ചാൽ ഈ ഡി ഡി ഡിമാൻഡ് കർവ് തന്നെയാണ് എന്ത്? പ്രൈസ് ലൈൻ. പി എന്ന് കൊടുക്കാം പ്രൈസ് ലൈന്. ഇത് തന്നെയാണ് AR കർവ്. ഇത് തന്നെയാണ് എന്ത്? MR കർവ്. ഇതെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ എക്സാമിന് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് ചോദിച്ചാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ പാരലൽ ടു എക്സ് ആക്സിസ്. പ്രൈസ് ലൈനിന്റെ ഷേപ്പ് ചോദിച്ചാൽ പാരലൽ ടു എക്സ് ആക്സിസ്. AR കർവിന്റെ ഷേപ്പ് ചോദിച്ചാൽ പാരലൽ ടു എക്സ് ആക്സിസ്. MR കർവിന്റെ ചോദിച്ചാൽ പാരലൽ. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ MC MR തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് MR കർവ് പാരലായിട്ട് വരച്ചില്ലേ? അതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി in perfect competition a firm may get supernormal profit or incur loss in the short run. നല്ലൊരു പോയിന്റ് ആണ്. in perfect competition a firm may get a supernormal profit. ഒരു ഫേമിന് എന്ത് കിട്ടിയേക്കാം? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടിയേക്കാം. or incur loss, അല്ലെങ്കിൽ നഷ്ടത്തിലായേക്കാം in the short run. അപ്പോൾ ഷോർട്ട് റണ്ണിൽ 2 സിറ്റുവേഷൻസ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേമിനുള്ളത്. ഒന്നിലുകാർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇക്കണോമിക്കൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടിയേക്കാം. എന്ന് വെച്ചാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കണ്ടീഷൻ TR ഗ്രേറ്റർ ദാൻ TC. TR ഗ്രേറ്റർ ദാൻ അവരുടെ ടോട്ടൽ കോസ്റ്റിനേക്കാൾ ടോട്ടൽ റവന്യൂ. എന്ന് വെച്ചാൽ അവിടെ പ്രോഫിറ്റ് കിട്ടിയാൽ അത് ഏത് പ്രോഫിറ്റ് ആയിരിക്കും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് കിട്ടണമെന്നില്ല, കിട്ടിയാൽ അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. TR ഗ്രേറ്റർ ദാൻ TCയിലുള്ള അവസ്ഥ, അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് അബ്നോർമൽ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ കിട്ടിയാൽ, ഷോർട്ട് പീരീഡിൽ കിട്ടിയാൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും? അവരിൽ നഷ്ടത്തിലായിരിക്കും, ലോസിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. നേരെ തിരിച്ചായിരിക്കും. ബട്ട് ഇൻ ദ ലോങ് റൺ, എന്നാൽ ലോങ് റണ്ണിലേക്ക് വരുമ്പോഴോ all firms gets only normal profit. All firms get only normal profit. എല്ലാ ഫേംസിനും എന്തേ കിട്ടൂ? നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിന്റെ കണ്ടീഷൻ അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു. TR is equal to TC. TR is equal to TC. ഈ കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഓർക്കുക, പ്രോഫിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ലോങ് പീരീഡിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് പ്രോഫിറ്റ് ആയിരിക്കും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ് നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അവർ ലോസിലായിരിക്കും. പിന്നെ പറഞ്ഞു ലോങ് പീരീഡിൽ എല്ലാ ഫേംസിനും ഒരേ പ്രോഫിറ്റേ കിട്ടുകയുള്ളൂ. അത് ഏത് പ്രോഫിറ്റ് ആണ്? നോർമൽ പ്രോഫിറ്റ്. ദാറ്റ് മീൻസ് TR is equal to TC. ക്ലിയർ അല്ലേ? ഇനി എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം വിൽ ഷട്ട് ഡൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം വിൽ ഷട്ട് ഡൗൺ. ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അടച്ചുപൂട്ടി പോകേണ്ടി വരും. എപ്പോഴാണ്? ഇൻ ദ ഷോർട്ട് റൺ.
ഷോർട്ട് റണ്ണിൽ അടച്ചുപൂട്ടേണ്ടി പോയിന്റ് വരും. എങ്ങനെ? ഇഫ് പ്രൈസ് ഈസ് ലെസ് ദാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അവിടെ കിട്ടുന്ന പ്രൈസ് AVCക്ക് താഴെയാണെങ്കിൽ, ആവറേജ് വേരിയബിൾ നമ്മൾ പഠിച്ചു കണ്ടീഷൻ എന്താണ്? ഷോർട്ട് പീരിയഡിലെ കണ്ടീഷൻ, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC അല്ലേ? പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. അതിൽ പ്രൈസ് AVCക്ക് താഴെയാണ് ഷോർട്ട് പീരിയഡിൽ വന്നാൽ, എനിവേ അങ്ങനെ വന്നാൽ ദ ഫേം എന്ത് ചെയ്യേണ്ടി വരും? ഫേം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ദ ഫേം ഹാസ് ടു ഷട്ട് ഡൗൺ. ഫേം എന്ത് ചെയ്യേണ്ടി വരും? ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും, അടച്ചു പൂട്ടേണ്ടി വരും. അത് ഏതാണ് കണ്ടീഷൻ? P ലെസ് ദാൻ AVCയിൽ. എന്നുവെച്ചാൽ പിന്നീട് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം അവർക്ക് കിട്ടുന്ന പ്രൈസ് വെച്ചിട്ട് റവന്യൂ മീറ്റ് ചെയ്യാൻ പറ്റും. റവന്യൂ കിട്ടുന്നില്ല. എന്തിന് മീറ്റ് ചെയ്യാനായിട്ട്? ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സ്ഥാപനം തുടങ്ങി ഒരു 6 മാസമായെന്ന് വെച്ചോ, 6 മാസമായി നിങ്ങൾ കറണ്ട് ബിൽ അടയ്ക്കുന്ന കടം മേടിച്ചിട്ടാണ്, പിന്നെ ലേബറേഴ്സിന് വേജസ് കൊടുക്കുന്ന കടം മേടിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ അടച്ചു പൂട്ടി പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ലോങ് റണ്ണിലാണെങ്കിൽ ഏതിന്? പ്രൈസ് പിന്നെ ആവറേജ് കോസ്റ്റിന് താഴെയാണെങ്കിൽ, ആവറേജ് കോസ്റ്റ് ആണ് കേട്ടോ, ആവറേജ് കോസ്റ്റ്, ലോങ് റൺ ആവറേജ് കോസ്റ്റിന് താഴെയാണെങ്കിൽ അവർ അടച്ചു പൂട്ടിപ്പോകേണ്ടി വരും. പ്രൈസ് ലെസ് ദാൻ LRIC ആണ്. പ്രൈസ് ലോങ് പീരീഡിൽ ഷട്ട് ഡൗൺ സിറ്റുവേഷൻ എന്താണ്? പ്രൈസ് ലെസ് ദാൻ LRIC ആണ്. പ്രൈസ് LRICക്ക് താഴെ വരുമ്പോഴാണ്. ഇനി ആ ഷട്ട് ഡൗൺ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന എവിടെയായിരിക്കും? P = AVC യിലാണ്. ഷോർട്ട് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് P = AVC ആണ്. ഷട്ട് ഡൗൺ പോയിന്റ് അതിന് താഴെ വരുമ്പോഴാണ് അവർ അടച്ചു പൂട്ടേണ്ടി വരുന്നത്. ആ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് P = AVC. കാരണം പ്രൈസ് ഒന്നുകിൽ AVCക്ക് മുകളിലായിരിക്കണം അല്ലെങ്കിൽ തുല്യമായിരിക്കണം. താഴെ വരുമ്പോഴാണ് അടച്ചു പൂട്ടേണ്ടി വരുന്നത്. അപ്പോൾ ആ ലീസ്റ്റ് കണ്ടീഷൻ വന്ന് നിൽക്കുന്ന എവിടെയാണ്? P = AVCയിലാണ്. ആ ഷട്ട് ഡൗൺ പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ P = AVC ആണ്. P = AVCയിലാണ് ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ്. ലോങ് റൺ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വെച്ചാൽ P = LRIC. P = LRIC. ഷോർട്ട് റണ്ണിലെ ഷട്ട് ഡൗൺ പോയിന്റ് ഏതാണ്? P = AVCയും ലോങ് റണ്ണിലെ ഷട്ട് ഡൗൺ പോയിന്റ് P = LRACയുമാണ് ഷട്ട് ഡൗൺ പോയിന്റുകൾ എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് അവർ അടച്ചു പൂട്ടേണ്ടി വരുന്നത്. ഇനി എപ്പോഴാണ് പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് ഫേം വിൽ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ P ലെസ് ദാൻ AVC. P ലെസ് ദാൻ AVC. ഷട്ട് ഡൗൺ പോയിന്റ് ഗ്രാഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് P = AVCയും, അത് ഷോർട്ട് റണ്ണിൽ, ലോങ് റണ്ണിലാണെങ്കിൽ P = LRIC. ഇനി എപ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? AVCക്ക് പ്രൈസ് AVCക്ക് താഴെ വരുമ്പോഴാണ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്. ഷട്ട് ഡൗൺ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഗ്രാഫിക്കലി ഷട്ട് ഡൗൺ പോയിന്റ്, കൺഫ്യൂഷൻ വരരുത്. ഗ്രാഫ് ഉപയോഗിച്ച് നോക്കിയാൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ് P = AVCയും ലോങ് റൺ ഷട്ട് ഡൗൺ പോയിന്റ് P = LRICയും ആയിരിക്കും. മനസ്സിലായല്ലോ? ഒരു ഗ്രാഫിൽ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അവർ എപ്പോഴാണ് അടച്ചുപൂട്ടേണ്ടി വരുന്നത് എന്നെങ്കിൽ കംപ്ലീറ്റ്ലി അടച്ചുപൂട്ടേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ AVCക്ക് താഴെ പ്രൈസ് വരുമ്പോഴാണ്. ഓക്കെ, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ LRICക്ക് താഴെ പ്രൈസ് വരുമ്പോഴാണ്. ഇത്രയുമാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. മനസ്സിലായല്ലോ? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട അതിൻ്റെ അസംഷൻസ്, അതുപോലെ പ്രൈസ് ഡിറ്റർമിനേഷൻ, അതിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കടന്നു വരാം. ഓക്കെ.